എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പം എന്റെ ബർത്ത്ഡേ, എന്റെ ഷൈനി ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനും എല്ലാത്തിനും കൂടിയായിട്ട് ഇവിടെ ഒരു മലയുണ്ട്, പിന്നെ മൗണ്ട് ഓഫ് റെസിപ്രസ്. അത് പറഞ്ഞൊരു നേരം വിളിക്കും നിങ്ങൾ, അതുകൊണ്ട് ഇപ്പൊ കേട്ടല്ലോ. അത് തന്നെ ആ മലയുടെ പൊക്കത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു ഷെരൂത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എന്റെ ഇടയ്ക്ക് കേക്കെല്ലാം വാങ്ങിച്ചു. ആ വീഡിയോസും എല്ലാം നിങ്ങളൊന്ന് കാണുക. അപ്പത്തേക്കും നമ്മൾ മലയുടെ പൊക്കത്തേക്ക് എത്തും കേട്ടോ. ലെനീസ് വേൾഡിലെ ലെനി അനീഷിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് കേക്ക് വാങ്ങിക്കാൻ മുൻപ് മടക്കി കുത്തി നിൽക്കുന്ന നമ്മുടെ കറുത്തലാല. ഇവർ കേക്ക് വാങ്ങിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പം എൻ്റെ ബർത്ത്ഡേയും കൂടെ ആഘോഷിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഒരു സർപ്രൈസ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ടിത്. ഷൈൻചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നു എന്നുള്ള രീതിക്കായിരുന്നു ഞാനിരുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് തന്നെയായിരുന്നു അവരെനിക്ക് തന്നത്. ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല കേട്ടോ. അതായത് ഇസ്രായേൽ വന്നതിന് ശേഷം നമ്മൾ തനിച്ചല്ലേ, അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. Okay, bye. Thank you. Bye. Oh no. Happy birthday to you. Happy birthday to you. Leni. Happy birthday to you. ഞങ്ങളെ ലെനിയുടെയും ലെനിയുടെയും ഷൈനിയുടെയും ബർത്ത്ഡേ ആഘോഷിക്കാൻ ഒരു മലമുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതെ, ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ ഇസ്രായേലിൽ 10 വർഷമായി, പക്ഷെ ഇതുവരെ ഞാൻ ആ മലമുകളിൽ പോയിട്ടില്ല. അപ്പോൾ ആ മലമുകളിൽ പോയി ഒരു ബർത്ത്ഡേ ആഘോഷിച്ചേക്കാന്ന് വിചാരിച്ചു. എല്ലാവരും കൂടെ മലയുടെ പൊക്കത്ത് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. രാജേഷ് കൈലി മുണ്ടൊക്കെ കൊടുത്താണ് ബർത്ത്ഡേ ഇത് വാങ്ങിക്കാൻ പോയത്. ആട് കൈ അങ്ങനെ ഞങ്ങള് ഈ മലയിലെത്തി. ഇവിടെ ഇനി എന്താണ്, ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് പതുക്കെ അങ്ങ് പോവാം. എന്നിട്ട് നമുക്ക് കാണാം. തൈ പോകുന്ന ഷെരൂത്ത് കണ്ടോ, ഈ വണ്ടിക്കാണ് ഞങ്ങൾ വന്നത്. ദാ പോന്നു ഷൈനി ചേച്ചി കേക്കൊക്കെ വാങ്ങിച്ചു പോകുന്നുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ, ഇവിടെ നിന്ന് താഴേട്ട് നോക്കിയാൽ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ഭംഗിയുള്ള ഒരു കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേച്ചി ഈ മലയുടെ പേരൊന്നും കൂടെ പറഞ്ഞേ. മൗണ്ട് പ്രവാഹമല. പ്രവാഹമലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഗലീലയില് താമസിച്ചിരുന്ന സമയത്ത്, ഗലീലയില് കൂടി സഞ്ചരിച്ചിരുന്ന സമയത്ത് ഈശോയെ അവര് ഒരു നമ്മുടെ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 28-29 വാക്യത്തിൽ പറയുന്നുണ്ടത്. ഈശോയെ ഒരു വലിയ മലമുകളിലേക്ക് കൊണ്ടുവന്ന് ആ മലയിൽ നിന്ന് ഉന്തിയിടാൻ നോക്കിയെന്ന് നമുക്ക് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 28-29 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതോ 29-30 ആണോ? വായിച്ചാൽ മനസ്സിലാവും. ആ മലയാണ് ഇതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു ചേച്ചി. യു വെൽക്കം. അപ്പം നമ്മൾ ആ ഒരു മലയിലാണ് വന്ന് നിൽക്കണേ. താഴോട്ടൊക്കെ ഇറങ്ങി പോകണമെന്നുണ്ട്, പക്ഷെ പേടി കാരണം താഴോട്ടൊന്നും പോകുന്നില്ല കേട്ടോ. തൽക്കാലം ഇവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുക. അടിപൊളി സൂപ്പർ സ്ഥലം. പിന്നെ അല്ല, അതെ, നസ്രത്തിൽ നമ്മള് ടൂറിനൊക്കെ വരുമ്പോ നമ്മള് കാണാത്തൊരു സ്ഥലമാണിത്. പൂളി സ്ഥലം. ആ മലയുടെ പൊക്കത്തൊക്കെ നോക്ക്, ഒരുപാട് വീടുകള് അടുക്കി അടുക്കി വെച്ചേക്കണ പോലെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ.
മേൽക്കൂര നോക്കി പിടിച്ചേടാ. കാണുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ നസ്രത്തില് നമ്മുടെ പള്ളിയാണ് ഇത്. നമ്മള് അവിടെ നിന്ന് വന്നതായിരുന്നു. അവിടെ നിന്നാണ് നമ്മളിപ്പം ഈ മലയുടെ പൊക്കത്തേക്ക് വന്നിരിക്കണം. കണ്ടോ, സൂം ഔട്ട് ചെയ്താല് നിങ്ങക്ക് മനസ്സിലാവും അത് എത്രത്തോളം ദൂരത്താണെന്ന്. വൗ, സൂപ്പർ, അടിപൊളി. ഈ കാണുന്നതാണ് നമ്മുടെ നസ്രത്ത്. ഈ കാണുന്ന ചെറു പട്ടണമാണ് നസ്രത്ത്. കണ്ടോ, ഇതാ അങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ പള്ളി അവിടെ ഉണ്ട്. താഴെ നിന്ന് കാണിച്ചു തന്നിരുന്നു. ഇത്രയും സുന്ദരമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വരുന്നത്. നമ്മള് ഇവിടെ നിന്നും വീണ്ടും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര സുന്ദരമായൊരു സ്ഥലമാണ്. നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇതേപോലെ ഒരു പൊക്ക പ്രദേശത്തൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര കാറ്റായിരിക്കുമല്ലോ. നല്ല കാറ്റാണ്. എന്ത് രസമാണ്. നമുക്ക് താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ റോഡുകൾ കാണാം. കണ്ടോ, ഓരോ വെള്ളം ഒരു ബോക്സ് പോലെ നിങ്ങൾക്ക് കാണുന്നില്ല. അതെല്ലാം വെള്ളം, കൃഷിക്ക് ആവശ്യത്തിനായിട്ട് വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുന്നതാണ് ആ കാണുന്നതെല്ലാം. താഴെയൊക്കെ നല്ല പാറയാണ് കേട്ടോ. മൗണ്ട് പ്രസിപ്പീസ് അഥവാ പ്രവാഹമല. ഈ മലയുടെ പൊക്കത്ത് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ നസ്രത്തിൻ്റെ ഒരു 360 വ്യൂവിലുള്ള ഒരു കാഴ്ചയാണ്. പിന്നെ ഈ മലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഷനിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈശോയെ തള്ളിയിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ച മലയാണ്. ഇവിടെ നിന്നാണ് തള്ളിയിടാൻ വേണ്ടി ശ്രമിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് ഇസ്രായേലിൽ സന്ദർശനത്തിന് വന്നപ്പോൾ 2009 അദ്ദേഹം ഇവിടെ വരികയും പ്രാർത്ഥനകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം. എന്താണെന്നതാ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലീപ്പിംഗ് മൗണ്ടൻ റൈസിംഗ് അബൌട്ട് ദ സൗത്തേൺ പാർട്ട് ഓഫ് ദി നസ്രത്ത് മൗണ്ടൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഒലിവ് മരവും കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ദാ ഈ മലയുടെ പൊക്കത്താണ് നിൽക്കുന്നത്. നമ്മുടെ പോപ്പ് ഇവിടെ ഇസ്രായേൽ സന്ദർശനത്തിന് വേണ്ടി വന്നപ്പോൾ വന്നിറങ്ങിയത് ഈ മലയിലാണ്. ഇവിടെ വന്നിറങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം ജെറുസലേമിലേക്കും അതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും പോയത്. ഞങ്ങൾ താഴേട്ട് ഇറങ്ങി വരുമ്പം അവിടെ കുറച്ച് ഇസ്രായേലികൾ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. രാജ്യത്തെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. എനിക്ക് ബർത്ത്ഡേ ബേബി. അങ്ങനെ ആ ബർത്ത്ഡേ കേക്കും ചുമന്നുകൊണ്ട് മല ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പാവല്ലെനി ഒരു മിനിറ്റ് നീ മിണ്ടായിരുന്നേ. പാവല്ലെനി അവൾ എന്ന് എന്റെ കൂടെ കൂടിയോ അന്ന് മുതൽ മല കയറാനും ഇറങ്ങാനുമാണ് അവളുടെ യോഗം. സത്യം. പക്ഷെ അതിലെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ.
താങ്ക് യു താങ്ക് യു താങ്ക് യു. ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ നമ്മുടെ പ്രഭാസ് മറ്റേ കരിങ്കല ചുവന്നോണ്ട് പോകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് അതെ ബാഹുബലി. എന്തായാലും സ്വന്തം ബർത്ത്ഡേക്ക് മലയുടെ പൊക്കത്തേക്ക് കേക്ക് ചുവന്നോണ്ട് കയറുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? നമ്മൾ മേളിൽ നിന്ന് കണ്ട കുറേ കാഴ്ചകളാണ് ഇവിടെ. നമ്മൾ താഴേട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ. ഇസ്രായേലിൽ വന്നിട്ട് ആദ്യമായിട്ടൊരു വെറൈറ്റി ബർത്ത്ഡേ ആണ്. മല മുകളിൽ വെച്ച് എന്റെയും ലെനിയുടെയും കൂടെ ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കാൻ പോവാണ്. ഒരു ചെറിയ കേക്കൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എന്താ പറയുന്നത് നസ്രത്തിലെ വളരെ വിശിഷ്ടമായ ഈ മലമുകളിൽ വെച്ചുള്ള നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മറക്കാൻ പറ്റാത്തൊരു ബർത്ത്ഡേ ആയിരിക്കും. തീർച്ചയായും നമുക്ക് പൊളിച്ചേക്കാം. പിടിച്ച് 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 ഇവിടെ വെക്കാം. ബാബാ ഇവിടെ വെച്ചാൽ മുറിക്കാന്നേ. ഇവിടെ അല്ലേ മെയിനായിട്ട് അത് വെള്ളമായിരുന്നല്ലോ ജ്യൂസ്. അത് ആ ജ്യൂസ് അത് കുടിക്കും നല്ല ജ്യൂസ്. അത് തുറക്ക്. 41. അല്ലല്ല ഇത് മെയിനായിട്ട് നമ്മുടെ ലെനിയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു പോയതായതുകൊണ്ട് നമ്മൾ ലെനിനെയാണ് കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഡെഡിക്കേറ്റഡ് ടു ലെനി. അടിപൊളി കേക്ക്, സൂപ്പർ കേക്ക്. എടി കേക്കിന്റെ ഒരു ഫോട്ടോ എടുത്തോടി. തിരിച്ചല്ലേ 34 ഇവിടെ നിന്നല്ലേ എടി? അയ്യോ തിരിച്ചാണ്. അല്ല പേരിപ്പുറത്താ. വെക്ക്. അയ്യോ ഈ പേര് തിരിച്ചു വെച്ചേടി. കേക്ക് തിരിച്ചു വെച്ചയ്യോ. എന്നാ ചേച്ചി എനിക്ക് മനസ്സിലാവണില്ല. ഓ ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. പേരിപ്പുറത്താന്നേ ഉള്ള സാരമില്ല. 34 ഇട കാണുന്നത്. ആണോ? 34. കേക്കിന്റെ ഫോട്ടോ എടുത്തോ? ഞാനിവിടെ കേക്കിന്റെ ഇവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തു. നാളൊക്കെ വീണു പോകുന്നു. കണ്ടമ്പഴി ഓടി. നിങ്ങൾ നോക്കിയോ? ഫോട്ടോ എടുക്കാണ്. ഫോട്ടോ അല്ല വീഡിയോ. ഞാൻ ചുമ്മാ ഇങ്ങനെ പിടിച്ചിട്ടുള്ള. ഹാപ്പി കേക്ക് മുറിച്ചു. നമ്മൾ തിരിച്ചു പോവാണ്. അങ്ങനെ ഒരുപാട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ വന്ന ഡ്രൈവർ പെട്ടെന്ന് വാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. നമുക്ക് അതിനുള്ള സമയം തന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കേക്ക് മുറിച്ചിട്ട് എന്താ വയസ്സെഴുതിയതൊക്കെ എൻ്റെ കയ്യിലിരിക്കണേ. അപ്പോൾ ഇനി ബർത്ത്ഡേ വ്ളോഗ് നമ്മൾ ഈ മലയിൽ വന്ന കാഴ്ചകളും എല്ലാം എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മട്ടട്ടാട്ടോ ഈ മല കയറിയിട്ടേ മിണ്ടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എന്താ എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ. ഓക്കെ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ മമ്മയുടെ ജന്മദിനമാണ്. അതുകൊണ്ട് നമ്മൾക്ക് മമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആയിട്ട് നമ്മൾ ഇതെടുക്കാൻ പോവുകയാണ്. നമ്മളിത് അടിച്ചു കുടിച്ചാക്കാൻ നമ്മൾ ഇന്നത്തെ മമ്മയുടെ ബർത്ത്ഡേ ഞങ്ങളിവിടെ ആഘോഷിക്കുകയാണ്. കേക്ക് കഴിച്ചോട്ടോ. എൻ്റെ മമ്മയ്ക്ക് ഒരു പിറന്നാൾ ആശംസകൾ. എൻ്റെ മമ്മയ്ക്ക് ഒരു 100,000 ഉമ്മ. ഇനി എൻ്റെ അച്ഛൻ മമ്മയ്ക്ക് കേക്ക് കൊടുക്കാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ കുട്ടി. ഉമ്മ എന്താ ഹാപ്പി ബർത്ത്ഡേ. ഇനിയോളെ ഇന്ന് അതേ